നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരെണ്ണം. എന്നെ കൊല്ലാൻ നിരവധി തവണ RSSകാർ ബോംബെറിഞ്ഞതാണ്. പാനൂരിൽ വെച്ച് ഒരു തവണയല്ല 3 തവണ എന്നെ ബോംബെറിഞ്ഞതാ. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു. അടുത്ത റിസോർട്ടിൽ പോയി എന്നെ പറ്റിയാ നോക്കാം. ഇനി ഇവിടെ നീ മരവടെ തല വീഴും. ഇല്ലടാ ഒന്നും ഇടക്കളിച്ചു എന്നെ പൊക്കി പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അവനെ താത്തി പറച്ചനെ കാണിച്ചതാ. 13 പേര് 1 2 3 4 ആദ്യത്തെ 3 പേരെ ആദ്യം കൊന്നു. വെടിവെച്ചാ കൊന്ന ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അയാൾ വെച്ച് രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അടിപൊളി അരുൺകുമാർ CMR ഉപയോഗിക്കുന്ന 4 സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. എന്റെ സംശയം ഉണ്ടോ? ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണോ ഒരു കമ്പനിയായിട്ട് 1.25 കോടിയുടെ കരാർ ഞാൻ കുത്തിവെക്കുന്നു നോക്കിയോ. എന്റെ ഒരു പോസ്റ്റർ ഇപ്പൊ വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാക്കിയത്. എന്റെ പത്രസമ്മേളനം കേട്ടോളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിന്റെ തല മാറ്റിയിട്ട് എന്റെ തല വെട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാ. ആരാ നീ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ പൊട്ടന്മാരാന്നാ? അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. ഒന്നുമില്ല. അല്ലല്ല, അതിനെന്താ സംശയം? റഹീമൻ എന്താ സംശയം? ഒന്ന് പറഞ്ഞേ. ഞാൻ റഹീം എന്ന പേരുകൊണ്ട് വേറെന്തെങ്കിലും ഞാൻ പറഞ്ഞോണ്ട് ഇല്ലല്ലോ. ഇത് BJP ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കളി കാണിക്കുന്ന CPM ആണ്. ഞാൻ തല്ലിപ്പൊട്ടിക്കും. നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എവിടുന്ന് കിട്ടിയ വിവരമായി? ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവരടി. നല്ല ചൂടും കിട്ടോ. എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട്. ഇനി എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്പഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. എന്താ ഇത് ബിലു? എന്ത് ഇത്? എങ്ങനെ വന്നത്? ഓട്ടോയ്ക്ക് വന്നത്. എന്നിട്ട് ഓട്ടോ വിട്ടോ? വിട്ടു. എന്നാ GP പോയിക്കോ. പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന്. അവഴിക്ക് വികടത്തം പൈതൃക സ്വത്താണ്. അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. വിവിധ കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് നിർബന്ധിച്ചു വാങ്ങി, ഭയപ്പെടുത്തി വാങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രീതിയിലാണ് ചർച്ച പോകണമെങ്കിൽ എനിക്ക് ഒരു താല്പര്യമില്ല. റിപ്പോർട്ട് ഒരു ഉത്തരവും മുട്ടൂല. എങ്കിൽ ഞാൻ അത് പറയാനുള്ള ഒരു ആംബിയർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഈ പുതിയ പോയിന്റ് പറയൂ. ഇല്ലേ? പറയാനില്ല. ലുക്കുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. ഒരിക്കൽ കൂടി കാണിക്കുന്നതിന് ശ്രോതാക്കൾ കാണട്ടെ. പ്രേക്ഷകർ, ജനങ്ങൾ കാണട്ടെ. പ്രേക്ഷകർ. ജയശങ്കർ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുണ്ട്. അവര് വരട്ടെ, അവരോട് ഞാൻ പറയാം. കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് CPM-നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ്. ഓ, ആ കിഴങ്ങനാ? അതെ, അത് ഞാനാണ്. ഞാൻ തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട.